നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള ഒരു മണിക്കൂർ സമയം ഇന്ന് പുറത്തു വന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയും നമ്മൾ കടന്നുപോകും. എറണാകുളം ചേന്നമംഗലത്ത് നിന്ന് അരുംകൊലയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അയൽവാസി വെട്ടിക്കൊന്നത്. ഉഷ, വേണു, വിനീഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ചികിത്സയിൽ. ഋതു റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഞങ്ങളിവിടെ കേസ് കൊടുത്തതായിരുന്നു കഴിഞ്ഞ മാസം. ഇവിടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ്, വെട്ടി കൊല്ലുമെന്നും പറഞ്ഞ്. ഞങ്ങൾ 2 വീട്ടിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തു. പക്ഷേ ഇത് പെട്ടെന്നായുള്ള സംഭവം വരുന്നത്. ഇങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 വർഷം ഇവിടെ താമസിക്കണം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഇവനെയും കൊണ്ട്. വീട്ടിലിൻ്റെ വാതിക്കൽ ഒന്ന് തെറി പറയലൊക്കെ ചെയ്യും. പിന്നെ അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ഓരോ അനാശങ്ങളൊക്കെ ഞങ്ങളെ പറയുമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യം കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ ഗേറ്റൊക്കെ വന്ന് തല്ലി പൊളിച്ചവൻ വന്ന് കുടിച്ചതൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ആദ്യമേ ഇവിടെ പരാതിയൊക്കെ കൊടുത്തു. അന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ എഴുതി കൊടുത്തതാണ്. അവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞതാണ്. ഈ രണ്ട് വീട്ടിലുള്ളവർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് പിന്നെ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞതാണ്. ഞങ്ങൾ പെറ്റീഷനിൽ അത് എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്നിട്ടും വേറൊന്നും അറിയില്ല. കഞ്ചാവാണ്, അങ്ങനെയാണ്. പിന്നെ അവർ വീട്ടുകാർ നോക്കിക്കോളാന്ന് പറഞ്ഞ് കുറേ നാൾ പുറത്ത് വിടാണ്ട് നോക്കി. പിന്നെ എവിടെയോ ഹോസ്പിറ്റലൊക്കെ കൊണ്ടൊക്കെ എടുത്തിന്നാണ് അറിഞ്ഞത്. ഒരു മാസത്തേക്ക് ശല്യം ഉണ്ടായിരുന്നില്ല. 2 മാസം ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ട്. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണമുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. 28 വയസ്സിന്റെ അടുത്തുണ്ട്. നേരത്തെ പരാതികളുണ്ട്. അയൽവാസികളടക്കം പരാതി ഇവനെ കുറിച്ച് പറയുന്ന സ്ഥിതി ഉള്ളതാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പരാതി കൈമാറിയിട്ടുള്ളത്. അങ്ങനത്തെ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന, നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. ആൻമരിയ ചേന്നമംഗലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ അശ്വിൻ പാലാഴി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ആൻമരിയയിലേക്കാണ്. ആൻമരിയ, കേരളം ഒന്നാകെ ഞെട്ടി നിൽക്കുകയാണ്. ഒരു തർക്കം, അത് ഒരു വീട്ടിൽ കയറി 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഒരാളുടെ ആരോഗ്യനിലയാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അത് ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയൊരു തർക്കത്തിന് കാരണമായത് എന്താണ്? ഈ പ്രതിയുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒപ്പം ആ നാട്ടുകാരുടെ പ്രതികരണവും. ആൻമരിയ. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു അരുംകൊലയുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ തന്നെ ഒരു 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. അതിൽ 3 പേർ കൊലപ്പെടുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്ന ജിതിന്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. ഈ വേണു, വിനീഷ, ഉഷ എന്നിവരാണ് മരിക്കുന്നത്. ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ്. അച്ഛൻ, അമ്മ, മകൾ ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ്. ഈ വീട്ടിൽ 2 ചെറിയ കുഞ്ഞു മക്കളും കൂടെയുണ്ട്. ഈ പ്രതി ഋതു എത്തുന്ന സമയത്തും ഈ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ മക്കളുണ്ടായിരുന്നു. 9ഉം 5ഉം പ്രായമുള്ള, ഏകദേശം 9ഉം 5ഉം പ്രായമുള്ള 2 മക്കളും ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ വാക്കുതർക്കം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ഈ പ്രതിയിൽ നിന്നും ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ആശ്വാസത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഈ പ്രതി ഋതു ഇവരെയും എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ചെറുപ്പം മുതൽ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം അതികഠിനമായിട്ടുള്ള ഒരാള്, ഈ റൌഡി ലിസ്റ്റിലുള്ള ആള്, ഇതുവരെ തന്നെ 3 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാള്, ഈ തരത്തിലുള്ള ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഈ ഋതു കുട്ടികളെ പോലും എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഋതു പെരുമാറിയിരുന്നത്. കാരണം കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഋതു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു 6 മണിയോട് കൂടി ഈ ഋതു വീട്ടിലേക്ക് എത്തുന്നതും ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പി വടിയുമുണ്ട്, ഒരു വാക്കത്തിയുമുണ്ട്. ഈ വാക്കത്തിയുമായിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നു. ഒരു അയൽവാസിയായിട്ടുള്ള ഒരു പയ്യനാണ്. ചെറുപ്പം മുതൽ തന്നെ അറിയുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾ ഈ വീട്ടിനുള്ളിലേക്ക് ഋതുവിനെ വിളിച്ചു കയറ്റുന്നു. ഈ വീടിന് ഉള്ളിലേക്ക് ഋതു കയറി ചെല്ലുന്നു. ചെറിയ തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുന്നു. അത് വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിലേക്ക് മാറുന്നു. പിന്നെ ഈ വാക്കുതർക്കം ചെന്ന് നിൽക്കുന്നത് വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകത്തിലേക്ക്, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകത്തിലേക്കാണ് ചെന്ന് എത്തിക്കുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം ചെറുപ്പം മുതൽ തന്നെയുള്ള ആളാണ് ഈ ഋതു. പലതവണ ഈ നാട്ടുകാരിത് ഋതുവിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം മൂലം തന്നെ ഈ ശല്യം അതികഠിനമായ സാഹചര്യത്തിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന ഉൾപ്പെടെയുള്ള ഭീഷണിയിലേക്ക് ഋതു മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ പോലീസിൽ പരാതിയുമായിട്ട് എത്തുന്നത്. ഈ പരാതി നൽകിയതിന് ശേഷം ഇവർ വാർഡ് തലത്തിലേക്കും ഈ പരാതിയുമായിട്ട് കൊണ്ടുചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഋതു ഈ തരത്തിലേക്കുള്ള വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകം, 3 പേരെ കൊലപ്പെടുത്തുക, ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുക, ഈ രീതിയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട്
അറിയാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ? ഇവന്റെ ശല്യം കാരണം തന്നെ ഇവര് CCTV വെച്ചിട്ടുണ്ട്. ആരാണ് രാത്രി ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരമില്ല. പക്ഷെ ഇവൻ സ്ഥിരം പ്രശ്നമാണ്. ഇവരായിട്ട് പോലീസ് കേസ് അടക്കം ഉള്ള വിഷയങ്ങളാണ് നിന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കിടക്ക് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവർ മാത്രമായിട്ടല്ല, മറ്റുള്ളവരായിട്ട് സ്കൂൾ കാല അളവ് തുടങ്ങി പ്രശ്നങ്ങൾ ഉള്ള പയ്യനാണത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ SP അടക്കമുള്ള ആളുകൾ, പോലീസ് സംഘം ഇവിടെ ഈ വീട്ടിലെത്തി പരിശോധന തുടരുന്നുണ്ട്. ഈ അപകടം നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചേന്നമംഗലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആ നാടൊന്നാകെ വലിയ ഞെട്ടലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ഋതു 3 കേസുകളിൽ പ്രതിയാണ്. 2022 മുതൽ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. പ്രദേശവാസികൾ ആ പ്രതിയുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ്. അയൽവാസിയുമായിട്ടുള്ള തർക്കം അതാണ് ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. 3 പേർക്കാണ്, ഒരു വീട്ടിലെ 3 പേരെയാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്ന വലിയ നടുക്കം കേരളത്തിനൊന്നാകെ ഉണ്ടാകുന്നു. അശ്വിൻ പാലാഴി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന്. അതിനു മുമ്പ് ഇപ്പോൾ വാർഡ് മെമ്പറുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് കുട്ടികളുടെ മുറിയിലോട്ട് ഓടിപ്പോയി. ഈ ആക്രമിച്ചവൻ ഋതു എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ആക്രമണത്തിൽ പരിക്കേറ്റതും മരണപ്പെട്ടതും വേണു, 3 പേര് മരിച്ചു. അതിനകത്ത് ഇപ്പൊ കൺഫേം ആയിക്കണം വേണു, ഉഷ, വിനീഷ. ഭർത്താവ് ജിതിൻ, വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്, വെന്റിലേറ്ററിലാണ്. അല്ല, ഋതു അവിടെ കുറെ വർഷങ്ങളായി താമസിക്കുന്നു. ഇവര് വന്ന് താമസിക്കുന്ന ആളുകളാണ്. വേണു എന്ന് പറഞ്ഞ ചേട്ടനാണ് 2 വട്ടം ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വടക്കേക്കര സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പല ചർച്ച, ഈ പെണ്ണിനെ ശല്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പരാതി. കുടുംബത്തിൽ അങ്ങനെ പരാതി കൊടുത്തിട്ട് കൂട്ടുകാരന്മാരൊക്കെ സംസാരിച്ച് ഒരു ധാരണ എത്തിയാണ് ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഒരു ഇതിന്റെ ശല്യം കാരണം CCTV ഒക്കെ വെച്ച് വീട്ടിൽ. അങ്ങനെ എന്താണ് പെട്ടെന്നാണ് ഇന്നത്തെ പ്രകോപനം ഉണ്ടായിരിക്കണം. നേരത്തെ ഒരു പ്രശ്നങ്ങളില്ല, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചു തീർത്ത് അവസാനിപ്പിച്ചതാണ് 2 വട്ടവും. ഇരുമ്പൊടി കത്തിവിന്റെ കയ്യിലുണ്ട്, കത്തി അവിടെ വെച്ചിട്ടുണ്ട് അവനോട്, അത് ഉപയോഗിച്ചില്ല. ഇരുമ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ടാണത്, മറ്റേ സ്റ്റമ്പ് കൊണ്ടാണ് ആക്രമിച്ചത്. അവരുടെ ബന്ധുക്കൾ അടക്കം വന്നു, നാട്ടുകാർ ആകെ പേടിച്ചു. അവരുടെ ബന്ധുക്കൾ വന്ന് ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ ഓരോരുത്തര ബ്രീത്തുള്ള ആളുകളെ ആദ്യം കൊണ്ടുവന്നു. ബ്രീത്ത് ഇല്ലാത്ത അവന്റെ അമ്മയ്ക്ക് അപ്പം തന്നെ പോയിരുന്നു, അവിടെ വെച്ച് തന്നെ സംഭവം. അവന്റെ ബൈക്കിലാണ് ഈ ഇപ്പൊ ആശ്രയ മെഡിസിറ്റി കിടക്കണ ആ പയ്യന്റെ ബൈക്കിലാണ് അവൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി ഹാജരായി. കീഴടങ്ങി 2 ചെറിയ കുട്ടികൾ. അവരാ മുറിയിലോട്ട് മാറിയതുകൊണ്ട് ഇവന് മക്കളെ ആക്രമിക്കാനായിട്ട് നിന്നില്ല. പക്ഷെ ഇതാണ് ഇത് അതിക്രൂരമാണത്. അശ്വിൻ പാലാഴി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുമ്പ് പോലീസിന്റെ പ്രതികരണത്തിലേക്ക് കുറച്ച് ഫ്രണ്ട്. ഈ ക്രൈം ആക്ച്വലി ശരിക്കും ഇന്ന് വൈകുന്നേരം ഏകദേശം 5-5:30 മണിക്ക് ആ ടൈമിൽ ഉള്ള റേഞ്ചിൽ നടത്തിയിരുന്നു. പ്രതി നമ്മുടെ കസ്റ്റഡിയിലേ ഉണ്ട്. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനുള്ള SI ആദ്യം ഈ പ്രതിനെ കണ്ടിരുന്നു. പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് തൊട്ടയൽവാസികളിൽ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പ്രതി ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ജസ്റ്റ് 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. സോ ഇന്നെ ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി. അതിന്റെ വൈരാഗ്യന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് 2 GI പൈപ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അടിച്ചിരുന്നു. അത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ
നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടോ, പക്ഷേ ആദ്യം നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരും. അത് കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. പ്രതി നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ടേ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇവർക്ക് ശല്യം തുടർന്ന് അയൽവാസികൾ പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തോ പെട്രോൾ ഒഴിച്ച് ഭീഷണിപ്പെടുത്തും, കത്തിക്കുമെന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും അയൽവാസികൾ പറയുന്നു. നോ, അത് റിട്ടൺ പരാതി അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ആദ്യം എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. ഒരു വർഷം മുമ്പ് ഈ വീട്ടിൽ ഗേറ്റിൽ കുറച്ച് ഡാമേജ് ആയിരുന്നു. ആ സമയത്ത് ഈ വീട്ടുടമ അവിടെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. പിന്നെ ഈ പ്രതി ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിരുന്നു. ഈ പ്രതി നമുക്ക് ഇതുവരെ മനസ്സിലായി കുറച്ച് ട്രീറ്റ്മെന്റ് റൂമിൽ ഉണ്ടായിരുന്നു, മെന്റൽ റൂം. അത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും. അത് കൺഫേം ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ രക്തപരിശോധനയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങൾ നമ്മൾ ഈ പ്രതിനെ അയക്കും. പക്ഷെ ഇതുവരെ അത് കാണുമ്പോൾ അങ്ങനെ സാധ്യത കാണുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം. ഇതുവരെ നമുക്ക് പറയാൻ പറ്റിട്ടില്ല. ഓക്കെ, അത് രക്തപരിശോധന ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. 27. മാരീഡ് അല്ല. സ്ഥിരം പ്രശ്നക്കാർ അങ്ങനെ ഈ പ്രതിനെ എത്ര 2-3 കേസസ് ഉണ്ട്. ഒരു തൃശ്ശൂർ സിറ്റിയിലെ ഒരു കേസ് ഉണ്ട്, ഒരു എറണാകുളം സിറ്റിയിലെ ഒരു കേസ് ഉണ്ട്. ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു നേരിട്ട്. സോ ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ. പിന്നെ ഒരു NDPS കേസ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഒരു ബൈക്ക് മോശം കേസ് ഉണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ. അത് നമുക്ക് ആദ്യം പക്ഷേ എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. തൃശ്ശൂരിൽ 2 കേസും എറണാകുളത്ത് ഒരു കേസ്. തൃശ്ശൂരിൽ ഒരു കേസ്, എറണാകുളമിൽ ഒരു കേസ്, ഇവിടെ ഒരു കേസ്. അത് നമുക്ക് ആദ്യം എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇയാൾ റിമാൻഡിലായിരുന്നു 2 തവണ. റൗഡി ലിസ്റ്റുള്ള ആളായിരുന്നു. ജസ്റ്റ് 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിരുന്നു. ഇത് നമുക്ക് കൺഫേം ചെയ്യണം. 4 പേരുണ്ടായിരുന്നു. സീരിയസ് ആണോ? എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് എല്ലാ തെളിവുകൾ ഉടൻ തന്നെ കളക്ട് ചെയ്യണം. ഈ മാക്സിമം ഈ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ഈ കേസ് ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ ആൾ? ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേഷനിലുള്ള SI ഇയാളിനെ തടഞ്ഞു നിർത്തിയിരുന്നു. തീർച്ചയായിട്ടും വളരെ ബ്രൂട്ടലാണോ ഇത്? എല്ലാ കാര്യങ്ങൾ നമുക്ക് എല്ലാ ആംഗിൾസ് പ്രോപ്പർലി വിശദമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഇപ്പോൾ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ ഇത് നാട്ടുകാരല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശേഷം ഇവിടെ നിന്ന് ബൈക്കിൽ ഇറങ്ങിയിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമ്മുടെ SI ഈ പ്രതിനെ കണ്ടിട്ട് തടഞ്ഞു നിർത്തിയിരുന്നു. കാരണം ഇയാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ച് സംശയം തോന്നി SIനെ, നമ്മുടെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SIനെ. ഈ എല്ലാ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രം പറയാൻ പറ്റും. മീൻസ് നെയ്ബേഴ്സുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഇയാളിനെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ എത്ര അങ്ങനെ ഒരു അലിഗേഷൻസ് ഉണ്ടോ ഇയാളിന്റെ വെർജൻ പ്രകാരം? 3 കേസസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, അത് നോക്കാം. ഇപ്പോൾ ഈ കൊലപാതകത്തിനായി ഋതു ആ വീട്ടിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ദൃശ്യമാണത്. അത് 24 ലഭിച്ചിട്ടുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ അതെ, പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം? എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടനിപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ? വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ, ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. അതെ ഇവിടെ കിടക്കണ പട്ടി, ഇവിടെ വന്ന് കിടക്കണ പട്ടിനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണം. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടിയാണ്.
ഋതു ആ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ 24-ന് ലഭ്യമായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊലപാതകം നടത്തിയ ശേഷം ഋതു പോയത് ജിതിൻ്റെ ബൈക്കുമായി ആണ് എന്നടക്കമുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ മറ്റൊന്നറിയേണ്ടത് ഈ ജിതിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരമായ പരിക്കുകളോടുകൂടി ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് വിശദാംശങ്ങൾ അശ്വിൻ പാലാഴി? രജിത്ത്, നിലവിൽ കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ തുടരുന്ന ജിതിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. മറ്റ് പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ കാര്യമായ പുരോഗതി ജിതിന്റെ ആരോഗ്യാവസ്ഥയിലില്ല. അതേസമയം ഈ കൊലപാതകത്തിന് മുമ്പ് ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്, കൊല്ലപ്പെട്ട വിനീഷ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇരുമ്പ് വടി കൊണ്ട് വിനീഷയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം അതിൽ വ്യക്തമാണ്. ഒപ്പം ജിതിന്റെ വീട്ടിലെ നായ ഋതുവിന്റെ വീട്ടിലെത്തിയ അവിടെ ശല്യമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം വിനീഷയോട് ഋതു പറയുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും ഒരു നായയെ ചൊല്ലിയുള്ള പ്രകോപനമാണ് ഒരു കൊലപാതകത്തിലേക്ക് 3 പേരെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് എന്ന വിനീഷ അവസാനമായി പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷം ഋതു തന്നെ ഈ മൊബൈൽ ഫോൺ വിനീഷയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ആക്രമണം നടത്തിയത്. വീട്ടിൽ കയറി 4 പേരെയും കമ്പിവടിക്ക് കയ്യിലുണ്ടായിരുന്ന GI പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. കൈവശം ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. എന്നാൽ ആ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതുപോലെ ഈ പറയുന്ന ഒരു നായയെ ചൊല്ലി ഉണ്ടായ തർക്കം, അതിനു മുമ്പ് പല കാരണങ്ങളിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ പ്രശ്നവുമായി എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം പൂച്ചയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായി എന്ന് വിനീഷ് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രകോപനവുമായി എത്തുന്നത് ആ വീട്ടിലെ നായയുടെ പേരിലാണ്. എന്തായാലും അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് 3 പേരുടെ കൊലപാതകത്തിലേക്ക് ആ സംഭവം എത്തിപ്പെട്ടിട്ടുമുണ്ട്. അവരുടെ അയൽവാസികളായ ആളുകളും ഒപ്പം പഞ്ചായത്ത് അംഗവുമെല്ലാം നിലവിൽ ആശുപത്രിയിലുണ്ട്. എന്നാൽ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 5ഓളം കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 തവണ റിമാൻഡിൽ പോയ ആളാണ് എന്നടക്കം പോലീസ് വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം ഈ പ്രകോപനത്തിന് കാരണമായ പല കാര്യങ്ങളും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഋതു നിലവിൽ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയുമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ പ്രകോപനവുമായി എത്തിയിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ജിതിന്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ഋതു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനിടെയാണ് വടക്കേക്കര SI ഈ സംഭവം അറിഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. ആ സ്ഥലത്തേക്ക് ഉള്ള യാത്രയിലാണ് ഋതു ബൈക്കുമായി പോകുന്നത് കാണുന്നത്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ അറിയുകയും ചെയ്യാം. തുടർന്നാണ് ഋതുവിന്റെ വാഹനം തടഞ്ഞു നിർത്തി വടക്കേക്കര SI കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഋതു തന്നെ പോലീസിനോട് ഈ കൊലപാതകത്തിന്റെ കാര്യം, ആക്രമണത്തിന്റെ കാര്യം വിശദീകരിച്ചിരുന്നു. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. വൈദ്യപരിശോധനയോടാണ് അത് കണ്ടെത്താൻ സാധിക്കുക. എന്തായാലും ഋതു തന്നെ കാര്യം വ്യക്തമാക്കുന്നു. തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഒപ്പം ഋതു അവിടെ നിന്ന് ഉപയോഗിച്ച ഇരുമ്പ് വടിയടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. നിലവിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഋതുവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ തുടർന്നുള്ള കാര്യങ്ങൾ എന്താണ് പ്രകോപനം എന്നടക്കമുള്ള കൃത്യമായി ഈ വീഡിയോയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക്, അതായത് വിനീഷ വീഡിയോയിൽ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഋതുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആലുവ റൂറൽ SP അടക്കം മുനമ്പം DVSP അടക്കം നിലവിൽ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ വടക്കേക്കരയിലെ സ്റ്റേഷനിലേക്ക് പോവുകയും ഋതുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ശരി, പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അശ്വിൻ പാലാഴി. കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹം അവിടെയാണ് ഇപ്പോഴുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് വിവരം. 3 പേരെയാണ് അടിച്ചു കൊന്നിരിക്കുന്നത്, വീട്ടിൽ കയറി അടിച്ചു കൊന്നിരിക്കുന്നത്. കേരളം സമീപകാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പോലീസ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ കസ്റ്റഡിയിലുള്ള ഋതുവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ തേടുന്നുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് നമുക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. നമസ്കാരം. പ്രൈം ടൈമിലേക്ക് വീണ്ടും. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി പരത്തുന്ന കടുവയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തൂപ്ര ഭാഗത്ത് കടുവ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ കാറിന്റെ ക്യാമറയിലാണ് പതിഞ്ഞത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം.
പ്രദേശത്ത് വനവകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ദിവസങ്ങളായി ആ പ്രദേശവാസികളുടെ ആശങ്കയാണ് കടുവയെ കൂട്ടിലാക്കാൻ, മയക്കുവെടി വയ്ക്കാനൊക്കെയുള്ള നീക്കം വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സജീവമായി ഉണ്ടാകുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത്. ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഈ ദൃശ്യം ലഭ്യമായിരിക്കുന്നത്? വനവകുപ്പിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, നിലവിൽ ഈ കടുവയുടെ സാന്നിധ്യമുള്ള അതേ പ്രദേശത്ത്, അതായത് ദേവർഗദ്ദ തൂപ്ര റോഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ ദൃശ്യം ജോയ് എന്ന് വിളിക്കുന്ന ചെറ്റപ്പാലം സ്വദേശി, പുൽപ്പള്ളി ചെറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ജോയിയുടെ കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ കുടുങ്ങിയത്. ഇത് വന്നിട്ട് അധിക സമയം പോലും ആയിട്ടില്ല. 7:20 ഈ ഒരു ദൃശ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് കടുവ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക്, അതായത് ഈ ദേവർഗദ്ദ തൂപ്ര റോഡ് പാസ് ചെയ്തു പോകുന്ന ദൃശ്യമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ മൊബൈലിൽ ഈ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് ആ സമയത്ത് മൊബൈൽ എടുത്ത് അത് പകർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജോയ് പറയുന്നത്. നമ്മൾ ജോയുമായി വിശദമായി സംസാരിച്ചു. ജോയും ഒപ്പം തന്നെ അവിടെ ശരി സുർജിത്ത്, ഇപ്പോൾ ഈ ദൃശ്യം പകർത്തിയ ജോയ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജോയ്, താങ്കൾ പകർത്തിയ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ മേഖലയിലെ കടുവാ പേടി, നാട്ടുകാരുടെ ആശങ്ക, അവരുടെ ഭീതി, വനവകുപ്പ് ഇപ്പോൾ നടത്തുന്ന ആ കടുവയെ കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അതിനിടയിലാണ് നിങ്ങളിങ്ങനെ ഒരു ദൃശ്യം പകർത്തുന്നത്. എത്ര മണിയോടുകൂടിയാണ് ഈ കടുവയെ കാണുന്നത്? എന്താണ് സംഭവിച്ചത് ജോയ്? ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടർക്ക് അവിടെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ കഴിഞ്ഞ രാത്രിയിൽ കടുവ വന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ കൂട് വെക്കാനായിട്ട് ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കാറെടുത്ത് ഇതിന്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട്, റിബിൻ എന്ന് പറയും, റിബിനെയും കൂട്ടി ഞങ്ങൾ ഈ ചെറ്റപ്പാലത്ത് നിന്ന് തൂപ്ര എന്ന് ദേവർഗത്തേക്കുള്ള റോഡാ, അതിലങ്ങ് നടന്ന് വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ മുമ്പിലേക്ക് നേരെ ഒരു പറമ്പിൽ നിന്ന് ഇത് ക്രോസ് ചെയ്ത് കയറി വന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ ക്യാമറ ഉള്ള വിവരം അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് മോനോട് പറഞ്ഞു, മോനേടാ നിന്റെ മൊബൈൽ എടുത്ത് പകർത്താൻ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും ഇത് ആ റോട്ടിൽ നിന്ന് കയറി ഞങ്ങൾ റോഡിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാം. ഒരു 1.5 മിനിറ്റ് നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇത് അങ്ങോട്ട് കയറാനും ഇങ്ങോട്ട് കയറാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് പിന്നെ ഞാൻ തിരിച്ച് ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് ആയിരുന്നു. അപ്പോഴാ ഫോറസ്റ്റുകാർ ഓടി വന്നു. പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയിൽ ഇത് റെക്കോർഡ് ആയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഫോറസ്റ്റുകാർ വന്ന് ആ റെക്കോർഡ് എടുക്കുകയും അവർക്ക് അത് ബോധ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ എല്ലാവരും വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴവരവിടെ ഉണ്ട്. പിന്നെ 144 പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചർച്ചിലേക്ക് പോകുന്നു. ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നേരിട്ട് കണ്ടു. പിന്നെ ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ കടുവയുണ്ട്. ഈ സാമാന്യം നല്ല വലിപ്പമുള്ള, നല്ല ആരോഗ്യമുള്ള കടുവ, അങ്ങനെയാണോ? നല്ല ആരോഗ്യമുള്ള കടുവ തന്നെയാ. പക്ഷെ അതിന്റെ വയറിങ്ങനെ ഒട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും 4-5 ആടിനെ പിടിച്ചെങ്കിൽ ഇതുവരെ അതിനൊന്നും ഭക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് വിശപ്പുണ്ടെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ആടിന്റെ കൂട്ടിൽ ചെന്ന് കയറും എന്ന് അവർ പറയുന്നുണ്ട്. ഈ ദൃശ്യം പകർത്തിയതിന് പിന്നാലെ നേരെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ് പോയത്. അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് അധികം സമയമായിട്ടില്ല എന്ന് തോന്നുന്നില്ല, ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് ഫോറസ്റ്റുകാർ വന്നാണ് എൻ്റെ വണ്ടിയിലുള്ളതായ ആ ക്യാമറയിൽ നിന്ന് ദൃശ്യം അവർ പകർത്തിയെടുത്തത്. ഈ തൂപ്ര ഭാഗത്ത് ഈ കടുവയുടെ സാന്നിധ്യം അത് കാണുന്നത് എത്ര മണിയോട് കൂടിയാണ് സമയം? ഒരു 7:15 കാണും. 7:15. ഞാൻ 7 മണിക്ക് അവിടുന്ന് പോകുന്നത്. 7:15-നും 7:30-ക്കും ഇടയിൽ ഒരു ടൈം. ഇനി ഇങ്ങനൊരു ദൃശ്യം വന്നതോടുകൂടി, ഈ പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതോടുകൂടി ഇനി എന്താണ് വനവകുപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നിങ്ങളുടെ സംഭാഷണത്തിൽ എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ? അവർ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ അധികം ഒച്ചയും ബഹളം ഉണ്ടാക്കാതിരിക്കുക. കാരണം 2 സ്ഥലത്ത് കൂട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ ആ ഫാമിന്റെ അടുത്തും കൂട് വെക്കാം. എന്തായാലും ഈ രാത്രിയിൽ ചിലപ്പോൾ വന്ന് കയറാനുണ്ട്. അല്ല ഇനി മയക്കുവെടി വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ തോക്കും ഒക്കെ ആയിട്ട് അവർ എല്ലാവരും ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. അവര് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഭീതി മാറ്റത്തക്കവണ്ണം ഇന്ന് ഈ രാത്രിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ പറയുന്നത്. ഈ രാത്രിയിലും അവരുടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ? നടക്കുന്നുണ്ട്. അവര് ഇപ്പൊ തന്നെ 10-30ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാര്. പിന്നെ നാട്ടുകാരും ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി വരികയൊക്കെ ചെയ്തു. അത് കാരണം ഈ 144 ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നിൽക്കാൻ ബുദ്ധിമുട്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞാനിങ്ങ് പോരുകയാണ് ചെയ്തത്. ശരി, എന്തായാലും ജോയ് പകർത്തിയ ഈ ദൃശ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം, ആ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുർജിത്ത്, ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നു. 7:20 കൂടിയാണ് ഈ ജോയ് ഈ തൂപ്ര ഭാഗത്ത് ഈ കടുവയെ കാണുന്നത്.
വനംവകുപ്പിന് ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴവരെന്താണ് ആലോചിക്കുന്നത് ഈ തുടർ നീക്കം എന്നുള്ള നിലയിൽ? ശ്രീജിത്ത്, ഇന്നലെ രാത്രി മുതൽ ഈ കടുവ റഡാറിൽ നിന്ന്, വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഇത് രാത്രി മാത്രം ഇറങ്ങുന്ന കടുവയാണ് എന്നുള്ള തരത്തിലുള്ള വിവരം അജിത് കെ രാമൻ DFO നിരവധി തവണ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് രാത്രിയാണ് ഇതിന്റെ സഞ്ചാരപഥം കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇന്നലെ രാത്രി വനംവകുപ്പ് പരിശോധന നടത്തി. അതായത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ് ഒടുവിൽ ഈ കടുവ കൊന്നിരിക്കുന്നത്. അത് ആ സ്ഥലം തൂപ്രയാണ്. ആ തൂപ്ര ദേവർഗദ്ദ റോഡിലാണ് ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉള്ളത്. അത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ചിലർ ഈ കടുവയെ കണ്ടു, പലയിടങ്ങളിലായി കണ്ടു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ഏറെ ജാഗരൂകമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അവർ പലയിടങ്ങളിലും കൂട് സ്ഥാപിക്കാനും മാത്രമല്ല ഇതിനെ നിരീക്ഷിക്കാനും ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ധാരാളം തോട്ടങ്ങളുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ടോടു കൂടിയാണ് പിന്നീടും ഈ കടുവയുടെ ഒരു വിസിബിലിറ്റി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിന് ലഭിക്കുകയും വനംവകുപ്പ് കൂടുതൽ ജാഗരൂകരാകുകയും ചെയ്തത്. ഇതിനിടയിലാണ് കൃത്യം 7:20 ആ ഡാഷ് ക്യാമറയിൽ ആ സമയം കൂടിയുണ്ട്. ആ 7:20 ഇങ്ങനെ ജോയ് യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കടുവ പാസ് ചെയ്തു പോകുന്ന ഒരു ദൃശ്യമാണുള്ളത്. അതായത് ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് കടുവ കയറി പോകുന്ന ആ ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ടുണ്ട് കടുവ പാസ് ചെയ്യുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി. കഴിഞ്ഞ ദിവസവും ഇവിടെ കടുവ വന്നതായ ഒരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുവെക്കുന്ന നടപടിയിലേക്ക്, ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി ഒരു ഡോക്ടറുടെ തോട്ടമാണ്. ആ തോട്ടത്തിൽ അവിടുത്തെ മേൽനോട്ടക്കാരനാണ് ഈ ജോയ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ. ഇദ്ദേഹം അതിനുവേണ്ടിയാണ് അവിടെയുള്ള മറ്റൊരു മേൽനോട്ടക്കാരനായ റിബിനൊപ്പം യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കടുവയുടെ ഒരു പാസിംഗ് കണ്ടിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർ അരുൺ സക്കറിയും ഒപ്പം തന്നെ അജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. വനംവകുപ്പിലെ DFO ആയിട്ടുള്ള അജിത് കെ രാമനും ഒപ്പം ചെതലയം റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവും ഉൾപ്പെടെയുള്ളവരുടെ വലിയ സംഘം അവിടെ രാത്രിയും പകലുമില്ലാതെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ആ തുടർന്നുള്ള ഇടപെടൽ, അതായത് എത്രയും വേഗത്തിൽ കടുവയെ പിടികൂടുക എന്നുള്ളതാണ്. കാരണം തഞ്ചത്തിൽ കിട്ടിയാൽ മാത്രമേ, ഉചിതമായ സമയവും സന്ദർഭവും വേണം. അതോടൊപ്പം തന്നെ ആ ഒരു ഘട്ടത്തിൽ അത് കൃത്യമായ ഒരു സ്ഥലം വേണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് മാത്രമേ, ഏതെങ്കിലും മറയുള്ള സ്ഥലത്ത് ഈ ഡാർട്ടിംഗ് അഥവാ ഈ മയക്കുവെടി വെക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ മയക്കുവെടി എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. പക്ഷേ ഉചിതമായ സന്ദർഭത്തിൽ മയക്കുവെടി വെക്കുമെന്നുള്ള ഉറപ്പ് വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമായ കാര്യം, ഇന്ന് എന്ത് തന്നെയായാലും ഒരുപക്ഷെ കടുവ കൂട്ടിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. കാരണം കഴിഞ്ഞ 9-ാം തീയതിയാണ് ഒരു ആടിനെ ഭാഗികമായെങ്കിലും അതിന് ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ, അതായത് ആടിനെ കൊന്നിടുക മാത്രമാണ് ചെയ്തത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തും, കടുവ പിൻവാങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആദ്യം കടുവ കൊല്ലുന്നത് 7-ാം തീയതിയാണ്. 7-ാം തീയതി നാരകത്തറയിൽ പാപ്പച്ചൻ എന്നയാളുടെ ആടിനെയാണ് ആദ്യം കൊല്ലുന്നത്. ആദ്യം കൊന്ന ശേഷം അത് കഴിഞ്ഞ് അതിന്റെ ഭാഗികമായി ഭക്ഷിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും രതികുമാർ എന്നയാളുടെ വീട്ടിലേക്ക് 9-ാം തീയതിയാണ് കടുവ രാത്രി വീടിന് പിറകിലുള്ള ആടിന്റെ കൂട്ടിലെത്തി അതിനെ വലിച്ച് പൊട്ടിച്ച്, കയർ പൊട്ടിച്ച് അതിനെ കൊണ്ടുപോയി ബാധി ഭക്ഷിക്കുന്നത്. അങ്ങനെ 9-ാം തീയതി മാത്രമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വയനാട് പുൽപ്പള്ളി അമരക്കുനിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുവയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൂപ്ര ഭാഗത്ത് കടുവ റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു കാറിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യം പകർത്തിയ ജോയ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ആ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയും തുടർന്ന് ഇപ്പോൾ വനംവകുപ്പ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക തെരച്ചിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്കറിയാം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. ഇത്രയും ദിവസമായിട്ടും കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ല, മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇന്നത്തെ പകലിൽ പോലും ആ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. അത് സ്വാഭാവികവുമാണ്. അതിനിടയിൽ കൂടുതൽ നടപടികൾ, ഇപ്പോൾ ഈ ദൃശ്യം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ വനംവകുപ്പ് ആലോചിക്കുകയുമാണ്. സുർജിത്ത് ഏപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4-അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തി. ഷാഹിന ഭർത്താവ് കബീർ, മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് അവർ കുളിക്കാൻ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലെ പുരുഷനായിട്ടുള്ള ആൾ അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഫുൾ ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ കുഞ്ഞുങ്ങളെല്ലാം കുളിക്കാതെ തന്നെയായിരുന്നു. ഇപ്പോൾ ബാക്കി 3 പേരെ റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്തൂടെ ചേലക്കര ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്.
ഈ ഭാഗം അധികം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും നല്ല അത്യാവശ്യം കുറച്ച് ആഴമുണ്ട്. അടിഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മളെ പ്രവർത്തനത്തിൽ റിസ്കി ആയിരുന്നു. 2-2.5 ആൾക്കോളം ആഴമുണ്ടായിരുന്നു അല്ലേ? ഇവർക്കൊക്കെ നീന്തൽ അറിയില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഈ അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമാവുന്നില്ല, എന്താണ് പറയേണ്ടത് എന്നുപോലും അറിയാത്ത നില. ഇവർക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ എത്തിയ ആളുകളൊക്കെ. എന്താണ് സംഭവിച്ചത് ശരിക്കും? ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് സൂരജ്? ഒരു വലിയ ഹൃദയവേദനയിലൂടെയാണ് ഈ പൈങ്കുളം എന്ന് പറയുന്ന നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് 4:30യോടുകൂടിയാണ് ഈ ചെറുതുരുത്തി സ്വദേശികളായി 4 അംഗ കുടുംബം വൈകുന്നേരം സമയമാണ് അത് ചിലവഴിക്കുന്നതിന് വേണ്ടി ഭാരതപ്പുഴയിൽ എത്തുന്നത്. ആ സമയത്ത് ഈ ഷാഹിനയുടെ ഭർത്താവ് കബീർ, അതുപോലെ തന്നെ മകൾ സറ, അതോടൊപ്പം തന്നെ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഭുവാത്ത്, അങ്ങനെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഭുവാദ്, അങ്ങനെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഈ കുട്ടികൾ 2 പേരും വെള്ളത്തിൽ നിന്ന് കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ 2 കുട്ടികൾ പുറകിലേക്ക് മറഞ്ഞു പോകുന്നത് പോലെ ഷാഹിനയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഷാഹിന ഈ കുട്ടികളെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഈ 3 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. അങ്ങനെ കബീറും തൊട്ടു പിന്നാലെ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടുന്നു. പക്ഷേ ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഈ ഇറങ്ങിയ ഭാഗം ഒരു ചുഴി പോലെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് ഈ 2 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലും നയിച്ചത് ഈ പുഴയുടെ സ്വഭാവമാണെന്നുള്ളതാണ് പറയുന്നത്. അത് വലിയ രീതിയിൽ ഇങ്ങനെ ചുഴിയായി രൂപപ്പെട്ടുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതോടുകൂടി ഈ താഴ്ഭാഗത്തേക്ക് ഇവരെ വലിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഈ ചുഴിയിൽപ്പെട്ട് ഇവരുടെ മൃതദേഹം ഉലയുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് ഇവർ തിരച്ചിൽ നടത്തുമ്പോൾ ഈ മൃതദേഹം മറുതലക്കലിലായിരിക്കും. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഈ 4 പേരെയും കണ്ടെടുത്തത്. പക്ഷേ നാട്ടുകാർ ഇടപെട്ട് തന്നെ ഷാഹിനെ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ ഷാഹിനയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഭുവാദിനെയാണ് കണ്ടെടുക്കുന്നത്. ഭുവാദിനെ കണ്ടെടുക്കുമ്പോൾ ഹൃദയത്തിന് ചെറിയ മിടുപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. CPR അടക്കം ലഭ്യമാക്കി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനുശേഷമാണ് കബീറിനെ കണ്ടെടുക്കുന്നത്. അതിനുശേഷം സറയും കണ്ടെടുത്തു. കബീർ ഇവിടെ ചെറുതുരുത്തിയിൽ തന്നെ ഒരു ബേക്കറി ഉടമയാണ്. അദ്ദേഹം ഈ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതിന് വേണ്ടി, കുടുംബമായി ഇവിടെ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് വൈകുന്നേരത്തോടു കൂടി ഇവർ ഇവിടെ എത്തുന്നതും പിന്നീട് ഈ വെള്ളത്തിൽ പെടുന്നതും. ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ച് വലിയ അപകടം പതിയിരിക്കുന്ന ഒരിടമാണ്. പലയിടത്തും നമുക്ക് ചില ഇടങ്ങളിൽ നടന്നു പോകാൻ കഴിയും, പക്ഷേ ചിലയിടത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഴമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ തിരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയ ഇടമെന്ന് പറയുന്നത് 2 ആൾ പൊക്കത്തിലധികം താഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുഴി കൂടി രൂപപ്പെട്ടതോടുകൂടി ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ചുഴിയിൽ വന്നടിഞ്ഞ വലകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഈ മുങ്ങിത്താഴ്ന്ന് ഇവരെ തപ്പുന്നതിന് പോലും അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തുന്നതിന് പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോലും ദുഷ്കരമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 4 പേരുടെയും മൃതദേഹം നിലവിൽ ചേലക്കര ജീവോദയ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. MLA UR പ്രദീപ് ഇടപെട്ടുകൊണ്ട് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പോലീസിനോടും ജില്ലാ കളക്ടറോടും അഭ്യർത്ഥിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് തന്നെ ചേലക്കരയിലെ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് തൃശ്ശൂർ പൈങ്കുളത്ത് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു മൃതദേഹം അല്പസമയം മുമ്പാണ് കിട്ടിയത്. അങ്ങനെ 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സൂരജ് സജി അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ഈ പ്രൈം ടൈം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് വലിയ വേദനയും ആശങ്കയും നടുക്കവുമൊക്കെ ഉണ്ടാക്കുന്ന വാർത്തകൾ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ശരിയാണ്, ഒരു വീട്ടിൽ കയറി 3 പേരെ കൊലപ്പെടുത്തുന്ന നില, അതുപോലെ ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ട് 4 പേർക്ക്, ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നില, കടുവയിറങ്ങിയതിനെ തുടർന്നുള്ള വയനാട്ടിലെ ആശങ്ക. എന്ത് ചെയ്യാൻ, വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട, 12 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. സൗത്ത് ബസ്തറിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മേഖലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ അച്യുതൻ. റിജിത്ത്, ഇന്ന് രാവിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഒരു കുഴിബോംബ് ആക്രമണമാണ് മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഈ സൗത്ത് ബസ്തറിൽ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാണ്
സുരക്ഷാ സേന ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ ആരംഭിച്ചത്. ആ തെരച്ചിലിനൊടുവിലാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും നിലവിൽ 12 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. സൗത്ത് ബസ്തറിലാണ് ഇപ്പോഴും ഈ ഏറ്റുമുട്ടൽ തുടരുന്നത്. നിലവിൽ ഇപ്പോഴും കൂടുതൽ മാവോയിസ്റ്റുകൾ ഈ മേഖലയിലുള്ളതായാണ് വിവരം. സേനയുടെ ഭാഗത്തു നിന്നുള്ള മറ്റു നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിനകത്ത് 26 മാവോയിസ്റ്റുകളെയാണ് ഇതിനോടകം തന്നെ സുരക്ഷാ സേന വധിച്ചത്. ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയുടെ ഭാഗമായി CRPF ഉൾപ്പെടെയുള്ള സേനകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ ദൗത്യം ഇപ്പോൾ തുടരുന്നത്. റിജിത്ത്. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക്. ആ ഇടവേളയ്ക്ക് ശേഷം എറണാകുളം ചേന്ദമംഗലത്തെ അരുംകൊലയുടെ ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി അടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നടുക്കമുണ്ടാക്കിയ കേരളത്തിൻ്റെ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച ആ വാർത്തയുടെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും എറണാകുളം ചേന്ദമംഗലത്ത് നിന്ന് അരുംകൊലയുടെ വിവരമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അയൽവാസി അടിച്ചു കൊന്നത്. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ വിനീഷയുടെ ഭർത്താവാണ്. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം. പോലീസിൻ്റെ പിടിയിലായ അക്രമി ഋതു റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. 2024 മുതൽ ഇയാൾ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിന് അറിയാവുന്ന ആളാണ്. ജിതിൻ്റെ കുടുംബവും പ്രതി ഋതുവും തമ്മിലുണ്ടായിരുന്ന തർക്കം അത് പോലീസിൽ മാത്രമല്ല പഞ്ചായത്തിൽ അത് പരാതിയായിട്ട് എത്തിയിരുന്നു എന്നുള്ള കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറയുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി തുടർന്നാണ് ജിതിൻ്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചതെന്നും ലീന വിശ്വൻ 24-നോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ 8-ാം വാർഡ് കിഴക്കുംപുറം പ്രദേശത്താണ് ഈ പേരപ്പാടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ വീടുമായിട്ട് രണ്ടും അതിർത്തി തർക്കമൊന്നും അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ചെറിയ പ്രശ്നങ്ങൾ ഇതിക്ക് മുന്നും പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അന്നത്തെ ആ മെമ്പറുടെയും ഒക്കെ സാന്നിധ്യത്തിലൊക്കെ അത് തീർത്തിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം നിരന്തരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്താണ് ഇത് എന്ത് പ്രകോപനം ഉണ്ടാക്കുന്ന അറിയില്ല. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് അറിവായത്. ഏതായാലും ഒരു കുടുംബം തന്നെ ഇല്ലാതായ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇത് കഞ്ചാവിന്റെ ഒക്കെ ഒരു ഇതിലാണ് ഈ പ്രതി ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെയധികം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉള്ള നിരവധിയായ പരാതികൾ ഇയാളുടെ പുറത്തുണ്ട്. അപ്പോൾ ഏതായാലും വളരെ ഭയാനകവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നത്. അത് നമ്മൾ തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പെട്ടെന്നാണ് ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അറിവിലുണ്ടായിട്ടില്ല. നിസ്സാര കാര്യത്തിനാണ് കൊലപാതകമെന്നും ദൗർഭാഗ്യകരമായ സംഭവമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. നിസ്സാരമായ ഒരു സംഭവത്തിന്റെ പുറത്താണ് ഒരാൾ കയറി ഈ വീട്ടിൽ കയറി ഇത്ര പേരെ ആക്രമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രതിയെ എത്രയും പെട്ടെന്ന് ഒന്നിലധികമോ ഉള്ള ആളുകൾ അതിൻ്റെ ഗൂഢാലോചനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൻമരിയ സംഭവം നടന്ന ചേന്ദമംഗലത്തെ വീട്ടിൽ തുടരുന്നുണ്ട്. അതുപോലെ അശ്വിൻ പാലാഴി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. അവിടെയാണ് ഈ കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. അവിടെ മോർച്ചറിയിലാണുള്ളത്. ആദ്യം ആൻമരിയിലേക്കാണ്. ആൻമരിയ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, വലിയ നടുക്കം, നേരത്തെ നാട്ടുകാരുടെ പ്രതികരണമൊക്കെ ആൻമരിയ ഈ പരിപാടിയിൽ തന്നെ പങ്കുവച്ചിരുന്നു. എന്താണ് പുതുതായി അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സാധാരണ ഈ അയൽവാസികളുമായുള്ള തർക്കം ഒരു നിസാര തർക്കം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട് നേരത്തെ തന്നെ എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. കാരണം ഇത് പോലീസിൽ പരാതിയായിട്ട് നേരത്തെ വന്നതാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു പഞ്ചായത്തിൻ്റെ മുമ്പിലേക്ക് ഇതൊരു വിഷയമായി വന്നിരുന്നു, ഒരു പരാതിയായി വന്നിരുന്നു. അതിനുശേഷം അവരൊരു ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പിരിഞ്ഞതാണ്. പിന്നീട് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊലപാതകം വരെ 3 പേരെ കൊലപ്പെടുത്തുന്ന ഒരു വലിയ ക്രൂരതയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള കാര്യം അവർക്കും സംശയമാണ്. എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത് ആൻമരിയ? റിജിത്ത് ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അക്രമ സ്വഭാവമുള്ള ഒരു പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ പ്രതിയായിട്ടുള്ള ഒരാള്, അതുപോലെ തന്നെ 3 ക്രിമിനൽ കേസുകളിൽ ഇതിനോടകം തന്നെ പ്രതിയായിട്ടുള്ള ഒരാള്, ഇതെല്ലാമാണ് ഈ ഋതു എന്ന് പറയുന്ന ആള്. ഋതു ഏകദേശം 2 ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം ഈ വീട്ടിലേക്ക് എത്തുകയും ഈ വീട്ടിലെത്തിയതിനു ശേഷം അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിയതിനു ശേഷം ഈ ഗേറ്റ്
ഉൾപ്പെടെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റ് തകർത്തതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്ന വീട്ടിലെ ഈ ജിതിൻ താമസിച്ചിരുന്ന വീട്ടിലെ വീട്ടുകാര് ഈ ക്യാമറ സ്ഥാപിക്കുന്നത്. 4 ക്യാമറകൾ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ക്യാമറകൾ, അതിന് ബാക്കിലായിട്ട് 2 ക്യാമറകൾ, ഇങ്ങനെ 4 ക്യാമറകൾ ഈ വീടിന് ചുറ്റുമുണ്ട്. അത് ഈ ഋതുവിന്റെ ശല്യം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ 4 ക്യാമറകൾ ഈ വീട്ടിൽ സ്ഥാപിക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴായിട്ടും ഈ ഋതുവിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ലഹരിയുടെ ഉപയോഗം അതികഠിനമാകുന്ന രീതിയിലേക്ക്, ഇവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ തൊട്ട അയൽവക്കത്ത് തന്നെയാണ് എങ്കിൽ 3 കുടുംബങ്ങളാണ്, ഈ ജിതിന്റെ കുടുംബം ഉൾപ്പെടെ 3 കുടുംബങ്ങളാണ് തൊട്ടയൽവക്കം എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിനു മുൻപ് ഈ അയൽവക്കക്കാരിയായിട്ടുള്ള അയൽവക്കക്കാരിയുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ചെറുപ്പം മുതൽ തന്നെ ഈ വ്യക്തിയുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഇത് പോലീസിലും പറഞ്ഞിട്ടുണ്ട്, ഈ വാർഡ് തലത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റൂറൽ SP വൈഫൈ സക്സേന അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചതനുസരിച്ചാണ് എങ്കിൽ ഈ റിട്ടേൺ പരാതി അയൽവാസികളുടെ ഭാഗത്തു നിന്നും എത്തിയിട്ടില്ല. ഈ അക്രമ സ്വഭാവമുള്ള ഒരാളാണ് എന്ന രീതിയിൽ അറിയാം. 3 കേസുകളുണ്ട്. തൃശൂർ ജില്ലയിലെ ഒരു കേസും, എറണാകുളത്ത് ഒരു കേസും, പിന്നെ ഈ പറവൂർ ഭാഗത്ത് ഒരു കേസും, ഇങ്ങനെ 3 കേസുകൾ ഈ ഋതുവിന്റെ പേരിൽ ഇതിനോടകമുണ്ട്. ഈ നിലവിലെ ഋതു ഈ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഈ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഋതു വരുന്നത്. ഈ നാട്ടിലെ ചില മെക്കാനിക്കൽ തൊഴിലുകളുമായിട്ടെല്ലാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ഋതു. അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിലെത്തിയ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഈ ജിതിന്റെ വീട്ടിലേക്ക് എത്തുന്നതും ഈ ആദ്യം പ്രശ്നമുണ്ടാക്കുന്നതും അതിനുശേഷമാണ് ഇന്ന് ഈ വീട്ടിലേക്ക് എത്തുന്നതും ഈ പ്രശ്നമുണ്ടാക്കുന്നതും. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതനുസരിച്ചാണ് എങ്കിൽ വീടിനുള്ളിലേക്ക് ഈ ഋതു കടന്നു ചെന്നിട്ടുണ്ട്. കാരണം ഈ മൃതദേഹം കടന്നത് വീടിന് ഉള്ളിലാണ് മൃതദേഹം കടന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റിജുതി കുടുംബത്തിൽ 2 കുട്ടികൾ കൂടിയുണ്ട്. 9ഉം 5ഉം, ഏകദേശം 9ഉം 5ഉം പ്രായമുള്ള 2 കുരുന്നു കുട്ടികൾ കൂടിയുണ്ട്. ഈ ഋതു വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് കേട്ട് ഭയന്ന ഈ കുട്ടികൾ മുറിക്കുള്ളിലേക്ക് കയറി ഓടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഋതുവിന്റെ കയ്യിൽ നിന്നും ആ കുരുന്നുകൾ രക്ഷപ്പെടുന്നത്. ഈ ബഹളമുണ്ടാക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഈ തൊട്ടയൽവക്കം തന്നെയാണ് ഋതുവിന്റെ കുടുംബവും താമസിക്കുന്നത്. ഈ ഋതുവിന്റെ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത് അമ്മയാണ്. ഈ അമ്മ ഋതുവിന്റെ ഈ സൗണ്ടും ഈ വീട്ടിൽ നിന്നുള്ള കരച്ചിലും കേട്ടുകൊണ്ട് ജിതിന്റെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. ഈ ഋതുവിനെ പിന്മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ അമ്മ പിന്മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് ഋതു ഈ വീട്ടിലെ തന്നെ ആൻമരിയ ചേന്നമംഗലത്തെ കൊലപാതകം നടന്ന ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് അശ്വിൻ ഉള്ളത്. അവിടെയാണ് ഈ കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹം ഇപ്പോഴുള്ളത്. അതിൽ 2 പേർ സ്ത്രീകളാണ്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, എന്താണ് അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ? ഇനിയിപ്പോൾ തുടർ നടപടികൾ, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? പ്രജിത്ത്, പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അവിടെ തന്നെയുള്ള മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് 3 പേരുടെയും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 3 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ജിതിന്റെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ മറ്റ് പരിശോധനകളെല്ലാം പൂർത്തിയായി. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇരുമ്പ് വടി കൊണ്ടാണ് തലയുടെ പിൻഭാഗത്തും ഒപ്പം ദേഹത്ത് പലയിടത്തുമായി ഋതു മാരകമായി തന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് പിന്നിലേറ്റ പരിക്കാണ് ഏറ്റവും ഗുരുതരമായ നിലവിൽ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ജിതിൻ ജീവൻ നിലനിർത്തുന്നത്. രാത്രി പൂർണ്ണമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ പഞ്ചായത്തിൽ നിന്നടക്കം അറിയിച്ചത് വളരെ നാളുകൾക്ക് മുന്നേ, മാസങ്ങളായി തന്നെ ഇവർ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്ന ഒരു ദൃശ്യം. അത് സമീപത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിൽ ഈ ഋതു കമ്പിവടിയുമായി ആക്രമിക്കാൻ ചെന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആ വീട്ടമ്മ മൊബൈലിൽ പകർത്തി ആ ദൃശ്യങ്ങൾ അന്ന് പ്രദേശത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം നൽകുകയും അത് പോലീസിൽ നൽകി പരാതി നൽകുകയും ചെയ്തതാണ്. പോലീസ് അന്ന് താക്കീത് ചെയ്ത് വിട്ടതുമാണ്. അതിന് പിന്നാലെ യാതൊരു മനംമാറ്റവും ഇല്ലാതെ ഋതു ലഹരിക്കടിമയായി പല വീടുകളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് വീണ്ടും ഋതുവിനെ പിടിച്ചതുമാണ്. പിന്നീടാണ് ബാംഗ്ലൂരിലേക്ക് ജോലിയുമായി പോയത്. എന്തായാലും പിന്നീട് ഒരു ചെറിയ പ്രശ്നം, അയൽക്കാർ തമ്മിലുള്ള ചെറിയ പ്രശ്നം വലിയ കൂട്ടക്കൊലയിലേക്ക് പോകുന്നു. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാൽകഷണം. MLA സ്ഥാനം രാജിവെക്കുന്നവർ സാധാരണഗതിയിൽ രാജിവെച്ചു പോകാറാണ് പതിവ്. എന്നാൽ PV അൻവർ രാജിവെച്ച സമയത്ത് മറ്റൊരു പാർട്ടിയിലെ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള
നിർദ്ദേശം കൂടെ വെച്ചിട്ടാണ് പോയത്. നിലമ്പൂരിലെ കോൺഗ്രസ് പാർട്ടിയോട് അൻവറിന്റെ ഈ കരുതൽ എന്തിനായിരിക്കും? കാണാം എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. അപ്പം നിലമ്പൂരിൽ അങ്ങനെ കളം ഒരുങ്ങാണ്, തെരഞ്ഞെടുപ്പിനില്ല കളം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇറങ്ങണോ? നിക്ക് ഇറങ്ങാൻ അങ്ങോട്ട് ആയിട്ടില്ല. അൻവർക്ക, ഷൗക്കത്താക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബംഗാളിലൊക്കെ പോയപ്പോ നിലമ്പൂർക്കാരെയൊക്കെ മറന്നോ? ഷൗക്കത്തിനൊന്നും മനസ്സിലായില്ലേ? മകനാ. ഔ, സമാധാനം, മറന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. അപ്പൊ ആര്യാടൻ ഷൗക്കത്ത് എന്നൊന്നും പറയണ്ട, ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ഏതായാലും നിലമ്പൂരിൽ കുഞ്ഞാലി, കുഞ്ഞാക്ക, ഷൗക്കത്ത്, അൻവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധഭൂമിക്ക് ഒരാളെയും കൂടെ അൻവർ ഇറക്കുകയാണ്. ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDF മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? DCC പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ പഴയ പോരാളി സന്നദ്ധത അറിയിച്ചു. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. പ്രതീക്ഷയും വെച്ച് എത്ര ആളവിടെ ഒരുങ്ങണത്. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതം, ചിലർക്ക് പ്രതീക്ഷിതമാണ്, ചിലർക്ക് അപ്രതീക്ഷിതമാണ്. പ്രതീക്ഷയല്ലേ? സീറ്റിന്റെ കാര്യത്തിലും ആ പ്രതീക്ഷക്ക് ആരും മോശമൊന്നുമില്ല. വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം സംജാതമായിരിക്കുന്നത്. സജ്ജരായി നിൽക്കുന്ന ചെസ് നമ്പറുകളുടെ എണ്ണം കൂടി ഇങ്ങനെ വരികയാണ്. അപ്പം നേരത്തെ റെഡി ആയിട്ടുള്ളവർ ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്തോളി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ സർവ്വ സജ്ജമാണ്. അപ്പം നിലമ്പൂരിൽ ഏതായാലും അൻവറിൻ്റെ രാജോടുക്കനെ സംഗതി അവസാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തലവേദനക്കുള്ള ചർച്ചകളാണ്. അത് തലവേദന ആർക്കൊക്കെ വരും, തലവേദന മാറ്റാൻ ആരൊക്കെ വരും എന്നൊക്കെയാണ് അറിയാനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. അപ്പം നിങ്ങളാരും പറയാത്തതുകൊണ്ടാണ് അൻവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിനെ ഇപ്പം തന്നെ പ്രഖ്യാപിച്ചത്. അൻവറിന്റെ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അൻവറിന്റെ മാത്രം അഭിപ്രായമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് അൻവർ അല്ല. അൻവർ മത്സരിക്കണില്ല, നിങ്ങളെ പിന്തുണക്കാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പരെ സജഷൻസ് കൂടെ ഒന്ന് കേട്ടൂടെ? സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അൻവർ ഒരു സജഷൻ വെച്ചു, വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു. അതിനൊന്നും അപാകതയൊന്നുമില്ല. അതാണ്, രാവിലെ ഉച്ചക്കും വൈകുന്നേരത്തും ഒക്കെ ഓരോ തീരുമാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 നേരം സ്ഥാനാർത്ഥിനെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിനൊരു തീരുമാനമാക്കണ്ടേ? ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങളൊക്കെ അവിടെ ചിലവരൊക്കെ തുടങ്ങിയിരിക്കണം. ആ സംഘടനാ മിഷനറി വളരെ സജീവമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ സജ്ജാണ് ഞങ്ങൾ. അപ്പോൾ സജ്ജരായവരൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് റിപ്പോർട്ട് ചെയ്യണത് നന്നാവും. എനിക്ക് പറയാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഭൂരിപക്ഷത്തിന്, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമായി നിൽക്കും. അൻവർ രാജിവെച്ചതിൻ്റെ ഒപ്പം തന്നെ സ്ഥാനാർത്ഥിനെയും പ്രഖ്യാപിച്ചിരിക്കണം. അപ്പോൾ രാജിവെച്ച് അങ്ങോട്ട് ഒഴിഞ്ഞു പോകാമെന്ന് മാത്രമല്ല മൂപ്പരുടെ ഉദ്ദേശം. വേറെ ആരൊക്കെയോ രാജിവെക്കാൻ പോലും അവസരം കൊടുക്കാതെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം മൂപ്പർക്ക് ഉണ്ടോയെന്ന് ഒരു സംശയമുണ്ട്. ആ ആഗ്രഹം എത്രത്തോളം നടക്കും നടക്കൂല എന്നൊക്കെ അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. വാൽകഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴയുമായി പ്രേക്ഷകർക്കൊപ്പം ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ എത്തും. നമസ്കാരം.